കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ബോർഡർ ടീം ഇന്ത്യൻ സൈന്യത്തിന് നേരെ നടത്തിയ വെടിവെപ്പ് വളരെ ഗൗരവമായി തന്നെ ഇന്ത്യ കാണുന്നു. വരും ദിവസങ്ങളിലും ഇതുപോലുള്ള പ്രകോപനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം കരുതുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അതിർത്തിയിലേക്ക് കൂടുതൽ സേനകളെ ഇന്ത്യ വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ മാവോയിസ്റ്റ് മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സൈനികരെ ഇപ്പോൾ ജമ്മു കാശ്മീരിലുള്ള വനങ്ങളിൽ പോസ്റ്റ് ചെയ്തതായിട്ടുള്ള വാർത്തയും വരുന്നു. പാക് ബോർഡർ ആക്ഷൻ ടീമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വെടിവെപ്പ് നടത്തിയത്. മുൻപും പ്രകോപനം ഉണ്ടാക്കുന്ന ഈ പാക് ബോർഡർ ആക്ഷൻ ടീം തന്നെയായിരുന്നു. ഗാർഗിൽ യുദ്ധ സമയത്തായാലും അതിനുശേഷം ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇവരാണ് പ്രകോപനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അറിയാനും കഴിയുന്നത് അതിർത്തിക്കപ്പുറം ധാരാളം ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്നും അവർ ഈ മൂടൽമഞ്ഞ് മറയാക്കി അതിർത്തി കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പാക് ബോർഡർ ആക്ഷൻ ടീം ഇത്തരത്തിലൊരു വെടിവെപ്പ് നടത്തിയത്. അത് ഇനിയും ചിലപ്പോൾ തുടരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിർത്തി കടന്ന് അടിക്കുക എന്നൊരു നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചതായിട്ടും അത്തരത്തിലൊരു നീക്കം നടക്കുന്നതായിട്ടും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സേനയെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ നിന്നും കൂടുതൽ ബറ്റാലിയനിൽ എത്തിയതായ ചില വാർത്തകളും കാണുന്നുണ്ട്. കാരണം ഇന്നലെ നടന്ന ആ വെടിവെപ്പിൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ കമാൻഡർ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ളതായിട്ടാണ് ഇന്ത്യ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ വെടിവെപ്പോ ഇല്ല ആക്രമണമോ ഒക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഇന്ത്യ ഒരുങ്ങുന്നു. ഒരു നിശബ്ദമായ ഒരു സമയങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനുശേഷം, അതായത് ഇന്നലത്തെ വെടിവെപ്പിന് ശേഷം പോലീസ് സാധാരണഗതിയിൽ ജമ്മു കാശ്മീരിലെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും മറ്റും പുറത്തുവിടുന്നത് അവിടുത്തെ ജമ്മു കാശ്മീർ പോലീസ് അവരുടെ എക്സ് കുറിപ്പിലൂടെയാണ്. പക്ഷേ അതിനുശേഷം വലിയ പ്രസ്താവനകളോ ഇല്ല കുറിപ്പുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നിശബ്ദമായി നിൽക്കുന്നത് എന്തായിരുന്നു? സർജിക്കൽ സ്ട്രൈക്ക് മുൻപ് നടന്നപ്പോഴും ഇതിനും സമാനമായ ഒരു രീതിയായിരുന്നു. വളരെ നിശബ്ദമായി തന്നെ ആയിരുന്നു കുറേ ദിവസങ്ങൾ. അതിനുശേഷം പെട്ടെന്ന് ഒരു തിരിച്ചടിയായിരുന്നു. അത്തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ഇപ്പോൾ സംശയം ഉയരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.